ചാൻസ് ഉണ്ടാക്കണമെങ്കിൽ കളിക്കണം. അത് ഏത് പ്ലെയറാണ്, ഈവൺ ഒരു എന്താ പറയുക, ഒരു കല്ല് വെച്ചാൽ പോലും കല്ലിൽ നിന്ന് തട്ടി പോലും നമ്മൾ ഗോളാവും. പക്ഷെ അവിടെ വരെ ബോൾ എത്തിക്കണം. ആ ബോൾ എത്തിക്കുക പണി മര്യാദയ്ക്ക് എടുക്കാണ്ട് എന്നാൽ നമ്മൾ ആരെ കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ലീഗ് തന്നെ നടക്കുമോ നടക്കൂലയോ എന്നുള്ളതൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുവാണ്. നിങ്ങളെ പോലെയുള്ള പത്രക്കാർ ചർച്ച ചെയ്തിട്ട് ഇൻസൈഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത കൊല്ലം വേൾഡ് കപ്പ് കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം ജെന്യുവിനായിട്ട് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും നിലവിൽ അർഹതയില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വപ്നം കാണാൻ ചിലവില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാം. SLK കാണാൻ കാണികളുണ്ട്. അതായത് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതിനെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുട്ബോൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മറഡോണ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേ പെലെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ റൊണാൾഡോ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇവരൊക്കെ പോകുന്നത് നഷ്ടമാണ് എന്നുള്ളത്. പക്ഷെ അപ്പോൾ മെസ്സി വന്നു, പുതിയ റൊണാൾഡോ വന്നു, നെയ്മർ വന്നു. അതേപോലെ പുതിയ പ്ലേയേഴ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം. യമാൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ഞാൻ അത്രത്തോളം യമാൽ കളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് മേലോട്ടേക്കുള്ള ഒരു രീതിയിലുള്ള പദ്ധതികളും നമുക്കില്ല. നമ്മൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവിടെ ഇവിടെ ചില സാധനങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റോ ഒരു പ്ലാനോ നമുക്കില്ല. എനിക്കറിയില്ല ഇവരൊക്കെ തയ്യാറാവുമോ എന്നുള്ളത്. എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള പ്രതീക്ഷയില്ല എന്നുള്ളത്. പോർച്ചുഗൽ ടീമിലേക്ക് വരുമ്പോഴേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? കോച്ച് മാർട്ടിനസ് ആണോ പ്രശ്നം, ക്രിസ്ത്യാനോയാണോ പ്രശ്നം, അതോ ബ്രൂണോയാണോ പ്രശ്നം? പക്ഷെ എന്തോ ഒരു പ്രശ്നമുള്ളത് നമുക്ക് ഒരു ഒത്തിണക്കം ഗ്രൗണ്ടിൽ കാണുന്നില്ല. ഇൻസൈഡ് എന്തെങ്കിലും പ്രശ്നമുള്ളത് നമുക്ക് അറിയില്ല. എന്താണ് പോർച്ചുഗൽ? നിങ്ങളെ പോലെയുള്ള പത്രക്കാർ ചർച്ച ചെയ്തിട്ട് ഇൻസൈഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്ലേയേഴ്സ് തമ്മിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആദ്യം തന്നെ പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. അതായത് ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല, പക്ഷെ കളിക്കുമ്പം അത് കാണിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതൊന്നാമത്തത്. ഇനി അത് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കോച്ചിന് പറ്റണം. കോച്ചിന് പറ്റുമെന്ന് പറഞ്ഞാൽ കോച്ചാണ് ആ ഒരു ടീമിൻ്റെ നാഥൻ എന്ന് പറയുന്നത് കോച്ചാണ്. അദ്ദേഹത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ രണ്ടും ലിവർപൂളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മൾ സാലയും മാനയും തമ്മിലുള്ള പ്രശ്നം കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് കാണാത്തത്? അവരെ മാനേജ് ചെയ്യാൻ ക്ലോപ്പിന് പറ്റി, അല്ലെങ്കിൽ അവർ തന്നെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഇത് മാനേജ് ചെയ്യാൻ പോർച്ചുഗൽ ടീമിലെ പ്ലേയേഴ്സിന് പറ്റുന്നില്ല എങ്കിൽ അവർ കളിക്കാൻ യോഗ്യരല്ല എന്നുള്ളതാണ്. കാരണം അവർ കളിക്കുന്നത് അവരെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യമാണ് അവരെ ഈഗോനേക്കാളും വലുത് എങ്കിൽ അവർ കളിക്കണോ വേണ്ടിയോ എന്നുള്ളത് അവർ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഞാൻ അവരെ പറയാൻ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അതിലിപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ റൊണാൾഡോ മാറണം എന്നുള്ളത്. റൊണാൾഡോ കളിക്കുന്നില്ല എങ്കിൽ റൊണാൾഡോ മാറണം. അത് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് കോച്ചിന് ഉറപ്പാണെങ്കിൽ കോച്ച് അത് മാറ്റാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ അവിടെയുള്ള ഏറ്റവും വലിയ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ്. വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ്. വേൾഡ് കപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേൾഡ് കപ്പിലെ ടീം ചാൻസസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ചാൻസസ് ഉണ്ടാക്കാതെ പോലും അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. അപ്പോൾ ചാൻസസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് പന്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മിഡ്ഫീൽഡ് എന്തുകൊണ്ട് ചാൻസസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അവരുടെ ഉള്ളിൽ. നമ്മൾ വെറുതെ ചർച്ച ചെയ്ത് കഥകൾ ഉണ്ടാക്കുന്നതിന് ഒറ്റപ്പെടുത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ. ഒറ്റപ്പെടുത്തിയെന്ന് തോന്നിയാൽ കളിയിൽ അത് നടക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും കാണുന്നത് പാസ് കൊടുക്കാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നതല്ലേ അവർ കാണുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഞാനതൊരു ചർച്ച ചെയ്തിട്ട് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവർ ടാക്ടിക്കലി പ്രോപ്പർ ആയിരുന്നില്ല എന്ന് പറയാനാണ്. കാരണം ടാക്ടിക്കലി പ്രോപ്പർ ആയിരുന്നുവെങ്കിൽ ചാൻസസ് ഉണ്ടാക്കാനാണ് നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്. ആ ചാൻസസ് ഗോൾ അടിക്കാനാണ് കളിക്കുന്നത്. അപ്പോൾ ചാൻസസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ ഈ റൊണാൾഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചാൻസസ് വരുന്നുണ്ട്. റൊണാൾഡോ ഉണ്ടാവുമ്പോൾ ചാൻസസ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നോക്കണം. കാരണം റൊണാൾഡോ ഉണ്ടാവുമ്പോൾ ബോക്സിൽ ബോൾ എത്തുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി നോക്കണം എന്നുള്ളതാണ്. റൊണാൾഡോയെ സബ് ചെയ്യാൻ അപ്പോൾ റൊണാൾഡോയുടെ ഒരു ലെജൻഡറി ടാഗ് കോച്ച് മാർട്ടിനസിന് ഏതെങ്കിലും തരത്തിലൊരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇനി അങ്ങനെ എനിക്ക് തോന്നിയാൽ അത് കോച്ചിൻ്റെ പ്രശ്നമാണ്. അതായത് എന്ത് വലിയ ലെജൻഡ് ആണെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അവർ കോച്ചിൻ്റെ കീഴിൽ കളിക്കേണ്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ കോച്ചിന് പറ്റുന്നില്ല എന്ന് പറയുന്നതാണെങ്കിൽ അത് കോച്ചിൻ്റെ പ്രശ്നമാണ്. ഇപ്പം എക്സാമ്പിൾ പറയുമ്പോൾ ബെക്കാമിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ കളിക്കുന്ന സമയത്ത് ബെക്കാം എന്തായിരുന്നു അലക്സ് ഫെർഗൂസനെ എടുത്ത് പുറത്ത് കളഞ്ഞത് നമുക്കറിയാം. അതായിരിക്കണം കോച്ച് എന്നുള്ളതാണ്. അതായത് ഒരു ടീമിന് അയാൾ ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ അത് പറയാനും അത് അയാളെ ഇരുത്താനുമുള്ള ഒരു കഴിവ് കോച്ചിനുണ്ടാവണം. അത് റൊണാൾഡോ ആയാലും മെസ്സി ആയാലും. അപ്പം അത് പറ്റുന്നില്ലെങ്കിൽ അത് കോച്ചിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ റൊണാൾഡോ വലുതാണ് എപ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിന് പുറത്ത് ചർച്ചകൾ വരുമ്പോഴാണ് റൊണാൾഡോ ലെജൻഡറി ആവുന്നത്. ഗ്രൗണ്ടിൽ വരുമ്പോൾ എപ്പോഴും 11 ആൾക്കാർ തന്നെയാണ്. ലെജൻഡാണ്, അയാൾ ഗോൾ അടിക്കും. അതൊക്കെ നമ്മൾ പ്ലേയേഴ്സ് പേടിക്കേണ്ടതല്ലാതെ അതൊരു അതൊരു ഇഷ്യൂ ആയി എടുത്ത് അല്ലെങ്കിൽ കോച്ചിന് അത് അയാളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ അത് കോച്ചിൻ്റെ മാത്രം പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്.
അത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കോച്ചിനെ നിങ്ങൾ മാറ്റുക എന്നല്ലാതെ എന്താ പറയുക റൊണാൾഡോനെ മാറ്റുക എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ തീരുമാനമാണോ എന്നറിയാം. ഇപ്പം റൊണാൾഡോനെ മാറ്റി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതും എനിക്കറിയില്ല. കാരണം ചാൻസസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ചാൻസസ് ഉണ്ടാക്കണമെങ്കിൽ കളിക്കണം. അത് ഏത് പ്ലെയറാണ്. ഈവൺ ഒരു എന്താ പറയുക ഒരു കല്ല് വെച്ചാൽ പോലും കല്ലിൽ നിന്ന് തട്ടി പോലും നമ്മൾ ഗോളാവും. പക്ഷെ അവിടെ വരെ ബോൾ എത്തിക്കണം. ആ ബോൾ എത്തിക്കുക പണി മര്യാദയ്ക്ക് എടുക്കാണ്ട് എന്നാൽ നമ്മൾക്ക് ആരെ കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലെജൻസിൻ്റെ ഒക്കെ അവസാന വേൾഡ് കപ്പാണ്. അപ്പോൾ മെസ്സിയാലും അവർ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മെസ്സി ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, മോഡ്രിച്ച്, ഡിബ്രൂയിന്, നെയ്മർ വിരമിച്ചല്ലോ, നെയ്മർ പ്രഖ്യാപിച്ചല്ലോ. ബാക്കിയുള്ള താരങ്ങളും ഇനിയിപ്പോൾ ഒരു ലോകകപ്പ് കളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അവരെങ്ങനെയായിരിക്കും ലോകകപ്പ് പോലെയൊരു ലോകവേദി മിസ് ചെയ്യാൻ പോകുന്നത്? ലോകകപ്പ് എന്നല്ല, നമ്മളെ ഫുട്ബോൾ തന്നെ അവരൊക്കെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം എൻ്റെയൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ എൻ്റെ പ്രായം പോലെ തന്നെ വളർന്നു വന്ന ആൾക്കാരാണ് ഈ പറയുന്ന റൊണാൾഡോ ആണെങ്കിലും മെസ്സി ആണെങ്കിലും ഒക്കെ. അപ്പോൾ അവരൊക്കെ എന്താ പറയുക പോവുക എന്ന് പറയുന്നത് നമ്മളെ ഒരു കുട്ടിക്കാലം, നമ്മളെ ഒരു യുവത്വം, നമ്മളെ കളികൾ മൊത്തം കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അവരെയാണ്, കൂടുതലും കളി ആസ്വദിച്ചിട്ടുള്ളത് അവരെയാണ്. അപ്പോൾ അവരൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഫുട്ബോളിന് ഭയങ്കര നഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ മറഡോണ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേ പെലെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ റൊണാൾഡോ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇവരൊക്കെ പോകുന്നത് നഷ്ടമാണ് എന്നുള്ളത്. പക്ഷേ അപ്പോൾ മെസ്സി വന്നു, പുതിയ റൊണാൾഡോ വന്നു, നെയ്മർ വന്നു. അതേപോലെ പുതിയ പ്ലേയേഴ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചാൽ പോലും ഈ പറയുന്ന എപ്പോഴും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. കാരണം ഈ പറയുന്ന ഷൂസുകളൊന്നും അത്ര പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഷൂസുകളല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഏത് പേരും, നെയ്മർ ആവട്ടെ, മെസ്സി ആവട്ടെ, റൊണാൾഡോ ആവട്ടെ, മോഡ്രിച്ച് ആവട്ടെ, ഡിബ്രൂയിൻ ആവട്ടെ, ഇതൊന്നും അത്ര പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ബൂട്ടുകളല്ല. അപ്പം എളുപ്പമല്ല. ഇപ്പം നമ്മളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പം നമ്മളൊക്കെ ഒരു 10-40 കൊല്ലം കഴിഞ്ഞ് ഇരിക്കുമ്പോഴും നമ്മൾ കഥ പറയുക പണ്ട് റൊണാൾഡോ മെസ്സിയും കളിച്ചത് നിങ്ങൾക്ക് അറിയോ എന്നുള്ളതായിരിക്കും. അതൊന്നും നമ്മളെ വിട്ടു പോകില്ല. സീനിയേഴ്സ് മറഡോണയൊക്കെ പറയുന്നത് നമ്മളെ വിട്ടു പോകില്ല അതൊന്നും ഒരിക്കലും. റൈറ്റ്. അപ്പോൾ പക്ഷേ ഒരേ രാജ്യം അല്ലെങ്കിൽ പോലും ഏറെക്കുറെ ബാറ്റൺ ഇപ്പോൾ ക്രിസ്ത്യാനോ എംബാപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ ബാറ്റൺ ഒരു ശൈലി മെസ്സി യമാലിന് കൊടുക്കുന്നുണ്ട്. ബെല്ലിങ്ങാം അടക്കമുള്ള താരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ജനറേഷൻ വരുന്നുണ്ട്. ഇത് പുതിയ ആൾക്കാർ എന്തായാലും വരും, വരാതിരിക്കില്ലല്ലോ. കാരണം ഫുട്ബോൾ അങ്ങനെയൊന്നും നിന്നു പോകുന്ന ഒന്നല്ലല്ലോ. അതിൻ്റെ പ്രതിഭകൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഇവരൊക്കെ തുടക്കകാലമാണ്. ഇപ്പം യമാലിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ യമാൽ ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്നത്. പക്ഷേ വേൾഡ് കപ്പിൽ അതിന് മാത്രം എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിനോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ അദ്ദേഹം അതിന് മാത്രം ചെയ്തിട്ടില്ല എന്നുള്ളത്. അതൊരു ടീം വർക്കിന്റെ കൂടെ യമാലും കൂടി പോയി ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ള ഗോളിന്റെ അസിസ്റ്റ് ഒരുപാടൊന്നുമില്ല, ഒന്നേ ഉള്ളെങ്കിൽ പോലും വലിയ രീതിയിൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾ അടിക്കാൻ ഒരു ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അത് ഞാൻ പറയുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റ്സിന്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് ഇപ്പൊ മെസ്സിനെ പോലെയുള്ള ഒരു പ്ലെയർ അവരെ കൂടുതൽ അസിസ്റ്റ് ചെയ്യുക, കൂടുതൽ ഗോൾ അടിക്കുക എന്നുള്ളതാണ് അവരെ ഒരു ഗെയിമിൽ വരുന്ന കാര്യം. ഇപ്പം റോഡ്രിനാകുമ്പം ഇതെല്ലാം അറ്റാക്ക് തടയുക, അറ്റാക്ക് ഉണ്ടാക്കുക തുടങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഓരോ പൊസിഷനിൽ നമ്മൾ ഓരോ സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൊസിഷനൊത്തുള്ള കളികൾ കളിച്ചിരുന്നോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ടീമായിട്ട് ജെല്ല് ചെയ്യുമ്പോൾ മേ ബി യമാൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ഞാൻ അത്രത്തോളം യമാൽ കളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇതിനും കൂടുതൽ നല്ലോണം കളിക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം നമുക്ക് മുന്നേ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒലീസിനെ എടുക്കാം. ഒലീസെ ഒക്കെ ഈ പറയുന്ന മാതിരി 7 അസിസ്റ്റും കാര്യങ്ങൾ വെച്ചു. അവരെ പണികൾ അവർ കൃത്യമായി എടുത്തു എന്നുള്ളതാണ്. എംബാപ്പെ ഗോൾ അടിച്ചു, ഡെംബലെ ഗോൾ അടിച്ചു. അപ്പോൾ അതൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യമാലിനെ എടുത്തോളം ആ ടീമിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ അങ്ങ് കയറിപ്പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് പ്ലേയേഴ്സിനെ പറ്റിയാണ്. പ്ലേയേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും അവരെയൊക്കെ ബൂട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരാൾ വരിക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കണക്കുകൂട്ടലുകൾ അത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. നമുക്ക് കാണാം, കണ്ടറിയാം. ഭാവി നമുക്ക് പ്രവചിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. നമുക്കിനി നമ്മുടെ ഫുട്ബോളിലേക്ക്, ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരാം. 48 ടീമായിട്ടും അതിൽ ഇന്ത്യക്ക് കളിക്കാൻ അവസരമില്ല. എത്ര ടീമുകളെ ഉൾപ്പെടുത്തേണ്ടി വരും ഇന്ത്യക്ക് കളിക്കാൻ? ഇപ്പം 140 വേണ്ടി വരും ചിലപ്പോൾ. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ്റെ ഫുട്ബോൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് നമ്മളിവിടെ പലപ്പോഴും കളിച്ചിട്ടുള്ളത് റാങ്കിങ് മെച്ചപ്പെടുത്താനാണ്. റാങ്കിങ് മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ കളി ജയിക്കുന്നതൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെയുള്ള ടീമിൻ്റെ കൂടെ കളിച്ചാൽ എപ്പോഴും നമുക്ക് റാങ്കിങ് മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മൾ ആ രീതിയിലൊക്കെയാണ് 90-ലേക്കൊക്കെ വന്നത്. പക്ഷേ കളി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെക്കാട്ടും മെറ്റർ ടീമുകളോട് കളിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആ ചാൻസസ് എടുത്തിട്ടില്ല. നമ്മൾ ഇനി എടുക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പിന്നെ അത് മാറ്റി നിർത്തിയാൽ നാഷണൽ ടീമിൻ്റെ കളികൾ മാറ്റി നിർത്തിയെങ്കിൽ താഴോട്ടേക്ക് വരുമ്പോൾ
നമുക്ക് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് മേലോട്ടേക്കുള്ള ഒരു രീതിയിലുള്ള പദ്ധതികളും നമുക്കില്ല. നമ്മൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവിടെ ഇവിടെ ചില സാധനങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്രൊജക്റ്റോ ഒരു പ്ലാനോ നമുക്കില്ല. നമുക്ക് സ്കൗട്ടിംഗ് സിസ്റ്റം ഇല്ല പ്രോപ്പറായിട്ട്. നമ്മളുടെ ലീഗ് സിസ്റ്റം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ISL ഐ ലീഗൊക്കെ റെലിഗേഷനൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം 2 കൊല്ലമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ നടന്ന് ആ പറയുന്ന ലീഗ് സിസ്റ്റം 1, 2, 3 ടയർ ലീഗിലേക്കൊക്കെ വന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പ്രോപ്പർ ലീഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗ് തന്നെ നടക്കുമോ നടക്കൂലയോ എന്നുള്ളതൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ വന്നിട്ട് അടുത്ത കൊല്ലം വേൾഡ് കപ്പ് കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം ജെനുവിനായിട്ട് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും നിലവിൽ അർഹതയില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വപ്നം കാണാൻ ചിലവില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാം. എവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നുണ്ട്? AFF എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഒരു 20 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 30 വർഷത്തേക്ക് അപ്പുറത്തേക്ക് ഒരു വിഷൻ എങ്ങനെ എവിടുന്ന് തുടങ്ങണം? അതായത് കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 20-30 വർഷത്തെ മുന്നേ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന കുട്ടികളെ ആദ്യം, അതായത് 5-6 വയസ്സുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവരെ കണ്ടുപിടിച്ച് അവരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ ടാലൻ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ മേ ബി മെസ്സി റൊണാൾഡോ ഉണ്ടാവില്ല, പക്ഷേ എംബാപ്പയും ഡെംബലയും യമാലും ഒക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാം. അത്രയും വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള സ്കൗട്ടിംഗ് സിസ്റ്റം ആദ്യം വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് ഏത് മുക്കിലും മൂലയിലും പോയി കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൗട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സ്കൗട്ടിംഗ് സിസ്റ്റം വെച്ച് കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഈ പറയുന്ന ഒരു പ്രൊജക്റ്റ് വേൾഡ് കപ്പിലേക്ക് വരുന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് വേണോ അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള ഭക്ഷണം, അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ലീഗുകൾ പ്രോപ്പറാവും. അത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനത്തും പറ്റുവാണെങ്കിൽ ലീഗുകൾ സിസ്റ്റം പ്രോപ്പറായി കൊണ്ടുവരിക. അത് ഈ പറയുന്ന നാഷണൽ ലെവലിലുള്ള ലീഗുകൾ സിസ്റ്റങ്ങൾ പ്രോപ്പറാക്കുക എന്നുള്ളതൊക്കെയാണ്. അത് ചെറിയ പണിയല്ല, പക്ഷേ ആ പണി എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കേണ്ടത് കുറേ എന്താ പറയുക കുട്ടി ചെറിയ പണികളാണ്, ഭയങ്കര അധ്വാനമുള്ള പണികളാണ്. ആ പണികൾ എടുക്കാൻ തയ്യാറാവുക, നമ്മൾ എളുപ്പപ്പണി നോക്കാതെ അത് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് എനിക്കറിയില്ല ഇവരൊക്കെ തയ്യാറാവുക എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അതിനുള്ള പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. നമ്മളൊരു കേരള കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ സൂപ്പർ ലീഗ് കേരളയൊക്കെ, അതായത് ഏറെക്കുറെ ഒന്ന് തണുത്തുകൊണ്ടിരുന്ന കേരള ഫുട്ബോൾ ഒന്ന് ഉണർത്താൻ വേണ്ടി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഒരു വിഭാഗം, അതായത് കേരളത്തിൻ്റെ സ്വന്തം എന്ന് നമ്മൾ പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ, പിന്നെ ഇത് കളിച്ചുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു വിഭാഗം പ്രേക്ഷകർ പല രീതിയിൽ മാനേജ്മെൻറ്റ് ഇഷ്യൂ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും അതിനകത്ത്, ആ ക്ലബ്ബുമായിട്ട് അകലാനുള്ളൊരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അത് എത്രത്തോളം ഒരു ഫുട്ബോൾ കൾച്ചറിന് നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരു ചെറിയ സ്റ്റേറ്റിൽ? ഫസ്റ്റ് SLKൻ്റെ ചോദ്യമായിരുന്നു. SLK എന്ന് പറയുന്നത് ISLൻ്റെ ഒരു മിനി വേർഷനാണ്. അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ സഹായിക്കും എന്നുള്ളത് ശരിയാണ്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് അടുത്തത്. പിന്നെ ഈ പറയുന്ന ഈ ലീഗിനൊരു എന്താ പറയുക, ഈ ലീഗിനൊരു പ്രോപ്പർ ലീഗ് സ്ട്രക്ചർ വരണം. ലീഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീഗിൽ കളിക്കുക എന്നുള്ളത് മാത്രമല്ല, അതായത് ഇതിൻ്റെ റെലിഗേഷൻ, പ്രൊമോഷൻ, അതിനൊരു 2nd ഡിവിഷൻ വരിക, അതിനൊരു 3rd ഡിവിഷൻ വരിക, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകണം. ഇതിപ്പോൾ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ സെവൻസ് ടൂർണമെൻറ്റ് നടക്കുന്ന പോലെ ഒരു സമയത്ത് ഒരു ടൂർണമെൻറ്റ് നടക്കുന്നു എന്നല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അപ്പോൾ ആ ലീഗ് സ്ട്രക്ചർ കൃത്യമായിട്ട് വരിക എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തിലേക്ക് വരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം ആണ് നിങ്ങൾ ചോദിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ആൾക്കാർ നമ്മളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതായത് ജയത്തിനും തോൽവിക്കും അനുസരിച്ചിട്ടാണ് അത് മാറിക്കൊണ്ടുണ്ടായിരുന്നത്. അതിപ്പം തോൽവി കൂടുതലാവുമ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു എന്നല്ലാതെ അതിന് ഞാനൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, അതായത് ഈ പറയുന്ന ഫാൻസ് ഒരുവിധം എല്ലാവരും ആഗ്രഹിച്ച സാധനമാണ് മാനേജ്മെൻറ്റ് വിട്ടിട്ട് പുതിയ മാനേജ്മെൻറ്റ് വരിക എന്നുള്ളത്. ഇപ്പോൾ അവരത് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സെയിൽ ചെയ്യാൻ വെച്ച് വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. അതായത് അവർ ചോദിക്കുന്ന പൈസക്ക് വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെ അത് മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ ആരും വെറുതെ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ, അവർ റിട്ടേൺ ഒക്കെ നോക്കിയിട്ടല്ലേ. അപ്പോൾ റിട്ടേൺ എങ്ങനെ വരും എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നഷ്ടത്തിലാണല്ലോ. ഇപ്പോൾ ഒരുവിധം ISL എല്ലാ ക്ലബ്ബുകളും നഷ്ടത്തിലാണ്. അപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ കാണികൾ ഗാലറിയിൽ വരണം, അവർ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഇതിന് വരുമാനം തിരിച്ചു വരാറുണ്ട്. പിന്നെ ഈ പറയുന്ന മർച്ചൻഡൈസ് സെയിൽ, അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ. പക്ഷേ എന്തായാലും ആത്യന്തികമായിട്ട് കാണികൾ ഗാലറിയിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ കാണികൾ ഗാലറിയിൽ വരാത്തിടത്തോളം കാലം അത് മുന്നോട്ട് പോകില്ല. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് SLK കാണാൻ കാണികളുണ്ട്, അതായത് ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അതിനെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുട്ബോൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കുക എന്നുള്ളതാണ്.
ഇതൊക്കെയാണ് ഇന്ത്യൻ കേരള ഫുട്ബോൾ ഒരു നട്ഷൽ എന്ന് പറയണമെങ്കിൽ. പക്ഷേ അതേസമയം അവിടെ വേറെ ലീഗുകൾ നടക്കുന്നുണ്ട്. നമ്മളെ കേരള പ്രീമിയർ ലീഗ് പോലെയുള്ള ലീഗുകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു എന്താ പറയുക, വെറുതെ നടത്താൻ വേണ്ടി നടത്തുന്നതിന് പകരം അതിനൊക്കെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ വന്ന് ഒരു പ്രോപ്പർ ലീഗ് സിസ്റ്റം വന്ന് അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളിപ്പോ കൊച്ചിയിലാണ് ഉള്ളത്. കരൂര സ്റ്റേഡിയത്തിന് മുന്നിലൂടെ പോകുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വല്ലതും വരുന്നുണ്ടോ? ആ ഓർമ്മകൾ ഉണ്ട്, പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന് മേലെ ആയില്ലേ. അതൊക്കെ വിട്ടിങ്ങൾ പുതിയ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം ചോദിക്കുന്നു. ഇല്ല, എനിക്കങ്ങനെ അതങ്ങനെ മുറുക്കെ പിടിക്കുന്ന പരിപാടികളൊന്നുമില്ല. ഞാൻ കളിച്ച ക്ലബ്ബാണ്, എനിക്ക് ഇഷ്ടമുള്ള ക്ലബ്ബാണ്, എനിക്ക് ഇഷ്ടമുള്ളതാണ്, എൻ്റെ നാടാണ്. അതൊക്കെ ഉണ്ടെങ്കിലും ഓർമ്മകൾ അനവധി ഉണ്ട്. ഇപ്പം ഇത് മാത്രമല്ല, ബാംഗ്ലൂർ FC ഓർമ്മകളാണ്, നാഷണൽ ടീം ഓർമ്മകളാണ്. അതൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര പ്രത്യേകത ഒന്നും എൻ്റെ കരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോയി എന്നല്ലാതെ അത് ആലോചിച്ച് നിൽക്കുക എന്നുള്ളത് ഇല്ല. കാരണം ലൈഫ് മുന്നോട്ട് പോകാനുള്ളതാണ്. അതിലങ്ങ് അഭിനമിക്കുന്നില്ല. ഇല്ല, ഞാൻ നിങ്ങളോടും പറയുന്നത് അതാണ്. അത് 10 കൊല്ലം മുന്നത്തെ ഇപ്പോഴും നിങ്ങൾ തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ഇപ്പോൾ സെപ്റ്റംബറിൽ ഒരു ഡ്രീം മാച്ച് കൂടെ അതേ സ്റ്റേഡിയത്തിൽ നിന്ന് നടക്കാൻ പോകുന്നത്. സ്റ്റേഡിയത്തിൽ ബ്രസീൽ ലെജൻസ് വേഴ്സസ് ഇന്ത്യൻ 11. നേരത്തെ നമ്മൾ പറഞ്ഞു റൊണാൾഡീഞ്ഞോ അടക്കമുള്ള താരങ്ങളെന്ന് പറഞ്ഞു. ആ താരങ്ങളൊക്കെ ഇവിടെ വരികയാണ്. നമുക്ക് ഓപ്പോസിറ്റ് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുകയാണ്. എന്താണ് ആ ഒരു മത്സരത്തിന് വേണ്ടി? സന്തോഷമാണ്. അതായത് നമ്മളിപ്പം കളി കണ്ടു വളർന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. റൊണാൾഡീഞ്ഞോ വരുന്നു, ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോൾ അറിയില്ല. കുറേ ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണല്ലോ ബ്രസീൽ, അതിൻ്റെ ആൾക്കാരാണ് വരുന്നത്. അവരുടെ കൂടെ കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സെപ്റ്റംബർ 20 നടക്കുന്നത്. ഞാൻ, റാഫിച്ച, റിനോ, ഒരുവിധം കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. ഛത്രി വരുമോ എന്ന് എനിക്കറിയില്ല, കാരണം ISL-ൻ്റെ സമയമായത്. ഛത്രി ഉണ്ടാവാൻ ചാൻസ് കുറവ്. വിജയാട്ടനൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട്. നല്ല കളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചി സ്റ്റേഡിയം പഴയ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ കളിച്ചാലും മഞ്ഞക്കടലായിരിക്കും കൂടുതൽ, കാരണം ബ്രസീലാണല്ലോ എതിർക്കാരെ. ഇന്ത്യക്കാർ സപ്പോർട്ട്. അപ്പം അത് റൊണാൾഡീഞ്ഞോനെ പോലെ, റൊണാൾഡീഞ്ഞോനെ കാണാൻ വേണ്ടി മാത്രം എത്ര ആൾ വരും എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പം എക്സൈറ്റഡ് ആണ്. അതായത് സെപ്റ്റംബർ 20 കളിയിൽ എക്സൈറ്റഡ് ആണ്. വേറെ അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. എക്സൈറ്റഡ് ആണ്, കാരണം കണ്ടു വളർന്ന ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ സ്കില്ലുകളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആൾക്കാർക്കെതിരെ കളിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഈവൺ ഇഫ് ദേ ആർ റിട്ടയർഡ്, അപ്പോൾ അവരെ തൊട്ടടുത്ത് കാണുക, അവർ കളിച്ച ഗ്രൗണ്ടിൽ കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളതും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല അനുഭവങ്ങളാകട്ടെ. ഒപ്പം തന്നെ എഴുത്തും ഫോട്ടോഗ്രാഫിയും എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. തിരക്കിനിടയിലും നമുക്ക് സമയം ലഭിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.